കാരണം ഞാൻ കൊടുത്ത നിവേദനം അദ്ദേഹം ഗൗരവമായിട്ട് എടുക്കുകയും ഉടനെ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 24-ാം തീയതിക്ക് മുൻപ് ആ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അദ്ദേഹം കർശനമായ നിർദ്ദേശം കൊടുത്തതായിട്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞനുസരിച്ച് 24-ാം തീയതി റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം പ്രതികരിക്കുന്നതാണ് എന്നാണ്. ഈ വിവാദങ്ങൾ കത്തി നിന്നിട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. ഈ മുഖ്യമന്ത്രി തന്നെയാണ് 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം 1 ആഴ്ച കൂടി സമയം അനുവദിക്കുന്നത്. അല്ല, ഞാനത് ഒരാഴ്ച സമയം അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ നീണ്ടുപോയി എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ പറ്റിയില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഗൗരവത്തിലെടുത്ത് 24-ാം തീയതിക്കകത്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ ഒരു വിവാദം ഇപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം അത് ശരിയായിട്ടൊരു കാര്യമില്ല. ഗവൺമെന്റ്, മുഖ്യമന്ത്രി എന്ന നിലയിലെ ഗവൺമെന്റിന് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിന് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക എന്നുള്ളതാണല്ലോ ശരിയായ രീതി. അപ്പൊ ആ റിപ്പോർട്ട് വരട്ടെ. നേരം വൈകി അല്ലെങ്കിൽ 5 മാസം വൈകി എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. നിവേദനം അദ്ദേഹം ഗൗരവത്തിലെടുത്തു. അതിന് സാങ്കേതികമായി ഒരാഴ്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കാം. ഓക്കെ, സംഭവിച്ചു. 24-ാം തീയതിക്ക് മുമ്പായി ആ റിപ്പോർട്ട് നൽകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയാൽ ആ ഉറപ്പിനെ വിശ്വസിക്കാൻ മാത്രമേ പറ്റൂ. 5 മാസം കൊണ്ട് തയ്യാറാക്കാൻ കഴിയാത്ത ഒരു റിപ്പോർട്ട് ഒരാഴ്ച കൊണ്ട് തയ്യാറാക്കുമെന്ന് പറയുന്നതിനുള്ള അല്ല, നമ്മളിപ്പോ അതിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. 5 മാസം എന്താ നടന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോ മുഖ്യമന്ത്രി ഗവൺമെന്റിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യം മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പക്വമായ നിലപാട്. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഒരു വൈകാരിക വിഷയം, പക്ഷെ ആ വൈകാരികത മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും ലഭിച്ചോ എന്നുള്ളതാണ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ആ വൈകാരികത അതിനകത്ത് ഉണ്ടായില്ലേ എന്നുള്ളതൊക്കെ തന്നെ ആ റിപ്പോർട്ട് വരുമ്പോൾ പറയാൻ പറ്റും. നീണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അതിനകത്ത് ശരിയായിരുന്നില്ല എന്നുള്ളതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ആവർത്തി പറയേണ്ട കാര്യം. ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ പ്രശ്നം. ആ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുകയും അത് പിന്നെ ഈ 24-ാം തീയതിക്ക് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മുഖവിലേക്ക് എടുക്കണ്ടേ? അതല്ലേ ശരി. അതിനേക്കാളും ഗുരുതരമായ ഒരു കാര്യം, CPIയുടെ സംസ്ഥാന നേതാക്കൾ ഓരോന്നോരോന്നോ എല്ലാവരും കൂടി ഒന്നിച്ച് പറഞ്ഞതാണ് ADGP അജിത് കുമാർ. ഞാൻ ഇത്തരം കാര്യങ്ങളിലൊന്നും മറുപടി പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു നേതാവല്ല. രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അത്തരം കാര്യങ്ങൾ ചോദിച്ച് അത് പ്രതികരണം തേടുന്നതാണ് ശരി. ഞാൻ പാർട്ടിയുടെ ഔദ്യോഗികമായ വക്താവായിട്ട് വരുന്ന ഒരാളൊന്നുമില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. അതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ വെച്ച് എന്നോട് ചോദിച്ചാൽ അത് പറയുകയോ പറയാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഈ കാര്യത്തെ പറ്റി മാത്രം. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, നിങ്ങൾ മറ്റ് വിഷയങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള മറ്റ് വിഷയങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിൽ നിലപാടുകളോ അഭിപ്രായങ്ങളോ പറയാൻ ബാധ്യതപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയല്ല ഒരു പാർട്ടി പ്രവർത്തനം എന്ന പോലെ ഞാൻ എന്നുള്ളതുകൊണ്ട്. ആ ഉത്തരവാദിത്തം എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയും. ആ ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളെന്ന നിലയിൽ അത്തരം കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. അത് നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ആ മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട. ഇതിനെ സംബന്ധിച്ച് ADGP ആണ് അന്വേഷണം നടന്നത്. ആ ADGP ആണ് ഇവിടെ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെപ്പറ്റിയെല്ലാം മുൻപ് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റിയെല്ലാം മുൻപ് പ്രതികരിച്ചു. നിങ്ങൾ എത്ര കുത്തി ചോദിച്ചാലും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട CPIയുടെ ഒരു പ്രവർത്തനം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സംസ്ഥാന കൌൺസിൽ അംഗം എന്ന നിലയിൽ എനിക്ക് എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ലെന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുള്ള ആളാണ്. അല്ല, എനിക്ക് അങ്ങനെ പരിശീലനമുള്ള ഒരാളാണ് പാർട്ടി എന്ന നിലയിൽ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് അത്രയും കാര്യങ്ങളെ പറ്റി ചോദിച്ചു പറയാതിരിക്കാനുള്ള ഇതിനകത്ത് ഈ RSS നേതാക്കൾ കണ്ടു എന്ന കാര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ഇതല്ല ചോദിക്കാൻ പറഞ്ഞത്. RSS നേതാക്കളെ കണ്ടു എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തള്ളുന്നില്ല. ഒരു രാഷ്ട്രീയ ദൌത്യമായിട്ടല്ല ADGP പോയത് എന്നതാണ്. ഒരു മിനിറ്റ്, ആ ADGP തയ്യാറാക്കുന്ന റിപ്പോർട്ട് തിരിച്ചും വളച്ചും മറച്ചും ഒക്കെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്നെ കണക്ട് ചെയ്ത് ഉത്തരം പറയിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എനിക്ക് ഉത്തരം പറയേണ്ട ചില കാര്യങ്ങൾ, ആ ഉത്തരം ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ വിഷയം തൃശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. മറ്റു വിഷയങ്ങളെപ്പറ്റി നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന പ്രയാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വെറുതെ എന്നെ ഒരു ബുദ്ധിമുട്ടിക്കലാക്കരുത്. കാരണം ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന ആളല്ലല്ലോ. ഈ 24-ാം തീയതി എന്തായാലും റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞു. അതിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഞാനത് പറയുക തന്നെ ചെയ്യും. 24-ാം തീയതി കഴിഞ്ഞിട്ട് എനിക്ക് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് ആ കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയലോ അത് മാത്രം അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അന്വേഷിക്കണം എന്ന് പറയാലോ നമുക്ക്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം അപ്പൊ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് വരട്ടെ. അത് വരുമ്പോൾ നിങ്ങളോടുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് സ്വാഭാവികമായിട്ട് രണ്ട് കാര്യങ്ങൾ കൂടി അങ്ങ് പറഞ്ഞിരുന്നു. ഒന്ന് RSS നേതാവിന്റെ സാന്നിധ്യം, രണ്ട് സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഇതെങ്ങനെ അനുവദിക്കപ്പെട്ടു എന്നുള്ളത് തന്നെ റിവീൽ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞത് വളരെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞ കാര്യമാണ്. എന്റെ ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ രീതിയിലേക്ക് ചർച്ച തിരിച്ചു കൊണ്ടുപോകലല്ല വസ്തുത. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിന്റെ പേരിൽ പറയുന്ന ജൽപ്പനങ്ങളല്ല. തൃശൂരിലെ ഒരു പ്രാദേശികമായി ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തൃശൂർ പൂരത്തിന്റെ കാര്യങ്ങൾ എല്ലാവരും ഒന്നിച്ച് നാളെയും ഇവിടുത്തെ RSSും BJPയും കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും ഒന്നിച്ച് നിന്ന് നടത്തേണ്ട ഒരു ഉത്സവം എന്ന നിലയിൽ എല്ലാ ആളുകളും ഒരുമിച്ച് നടത്തേണ്ട ഒരു മഹാസംഭവം എന്ന നിലയിൽ അത് നന്നായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മുടെ തൃശൂർ പൂരത്തിന്റെ ഒരു ഘട്ടത്തിലും അനാവശ്യമായ രാഷ്ട്രീയ മുതലെടുപ്പുകളോ രാഷ്ട്രീയമായ ഇടപെടലുകളോ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നല്ല നിലയിൽ പ്രവർത്തിക്കേണ്ടതിനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. അപ്പൊ അതല്ലാതെ മറ്റു താല്പര്യങ്ങളൊന്നും എനിക്ക് ഇത് സംബന്ധിച്ച് ഇപ്പൊ പറയാനില്ല. ഇത്രത്തോളം ആരോപണ വിധേയനായ ഒരാൾ സമർപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് അതിന് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാവും? അല്ല, എന്താണ് നിങ്ങൾ നാളെ വരാൻ പോകുന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴേ നിങ്ങൾ ഒരു മുൻവിധിയിൽ നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. ഈ ഗവൺമെന്റിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. ആ വിശ്വാസത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഗവൺമെന്റിനകത്ത് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ടും വീണ്ടും മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന എന്റെ അഭിപ്രായങ്ങളാണ്. അതിനപ്പുറത്തേക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പ്രയാസം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ രേഖകളടക്കം പരിശോധിക്കേണ്ടതല്ലേ? അത് വരട്ടെ, റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ടിൽ എന്തൊക്കെയെന്ന് അറിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ പറയും. ചേട്ടാ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ഭാരവാഹികളുടെ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുത്തണമെന്ന് പരോക്ഷമായി ഇന്നലെ താങ്കളോട് പറയുകയുണ്ടായി. അത്തരം അഭിപ്രായം തുടരുന്നു. അല്ല, അത് അവരോട് ചോദിച്ചിട്ടുണ്ടല്ലോ. അതായത് എല്ലാ ദേവസ്വങ്ങളുമാണല്ലോ പൂരം നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തുന്ന കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞാൽ അവർക്ക് പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. അവിടുത്തെ CCTV ദൃശ്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പൂർണ്ണമായിട്ടും CCTV സർവൈലൻസിലുള്ള സ്ഥലത്താണ് അവിടെ നടക്കുന്ന എല്ലാ കാര്യം. ഇപ്പോൾ അവിടെ റൗണ്ടിൽ മാത്രമല്ല ഏത് പ്രദേശത്തും 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടാണ് പൂരത്തിന്റെ സെക്യൂരിറ്റി കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ പോലീസിന് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ്. അതൊക്കെ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നുള്ളതും നിഗമനം എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രതികരിക്കുന്നതാണ് നല്ലത്. അതിനു മുമ്പ് നമ്മൾ പ്രതികരിക്കുന്നത് ഒരു പക്വമായ പ്രതികരണമായിരിക്കില്ല എന്നതുകൊണ്ട് ഞാനിവിടെ റിസർവ് ചെയ്തേ.